നമസ്കാരം. ഇന്ത്യയുടെ സാമ്പത്തിക പ്രതിരോധ രംഗങ്ങളിൽ വലിയ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കി ജപ്പാനിൽ നിന്ന് 10 ലക്ഷം കോടി രൂപയുടെ വമ്പൻ നിക്ഷേപം ഇന്ത്യയിലെത്തിക്കാനുള്ള ചരിത്രപരമായ സഹകരണത്തിന് ധാരണയായി. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജപ്പാൻ പ്രധാനമന്ത്രി സനൈ തകായിച്ചിയും തമ്മിൽ നടത്തിയ നിർണായക ചർച്ചകളിലാണ് ഈ വിപ്ലവകരമായ തീരുമാനമുണ്ടായത്. വരും വർഷങ്ങളിൽ ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്ന ജാപ്പനീസ് കമ്പനികളുടെ എണ്ണം നിലവിലുള്ളതിന്റെ ഇരട്ടിയാക്കാനും ഇരു നേതാക്കളും സംയുക്തമായി തീരുമാനിച്ചു. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തെ കേവലം അടിസ്ഥാന സൗകര്യ വികസന പങ്കാളിത്തമെന്ന നിലയിൽ നിന്ന് സവിശേഷ സാമ്പത്തിക സുരക്ഷാ പങ്കാളിത്തമെന്ന പുതിയ ഉന്നത തലത്തിലേക്ക് ഉയർത്താൻ ഈ കൂടിക്കാഴ്ചയിലൂടെ സാധിച്ചു. സാമ്പത്തിക നിക്ഷേപങ്ങൾക്ക് പുറമെ പ്രതിരോധം, ഊർജ്ജം, വ്യാപാരം, ഔഷധ നിർമ്മാണം, മെഡിക്കൽ ഉപകരണങ്ങളുടെ നിർമ്മാണം, പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ തുടങ്ങിയ നിരവധി മുൻഗണനാ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഔദ്യോഗിക കരാറുകൾ ഒപ്പുവെച്ചു. സാമ്പത്തിക സുരക്ഷാ പങ്കാളിത്തം പ്രതിരോധ മേഖലയിലെ സഹകരണത്തിന് വലിയ തോതിൽ വഴിയൊരുക്കും. നാവികസേനയ്ക്ക് ആവശ്യമായ അത്യാധുനിക ആന്റണിയായ യൂണിക്കോൺ സംയുക്തമായി വികസിപ്പിക്കുന്നതിനുള്ള ആദ്യ പ്രതിരോധ സാങ്കേതിക വിദ്യാ പദ്ധതിക്ക് ഇരു രാജ്യങ്ങളും തുടക്കം കുറിച്ചു. ഇന്തോ പസഫിക് മേഖലയിലെ സമുദ്ര സുരക്ഷയ്ക്കും ഊർജ്ജ രംഗത്തെ സഹകരണത്തിനും ചർച്ചയിൽ പ്രത്യേക മുൻഗണന നൽകി. ഇതിന്റെ ഭാഗമായി ഇന്ത്യയിൽ 1000ഓളം ബയോഗ്യാസ് ജൈവവള പ്ലാന്റുകൾ സ്ഥാപിക്കുന്ന ഇന്ത്യ ജപ്പാൻ ബയോഗ്യാസ് ഇനിഷ്യേറ്റീവ് പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ കുറഞ്ഞ ചെലവിലുള്ള ഉൽപ്പാദനശേഷിയും ജപ്പാന്റെ ഉയർന്ന ഗുണനിലവാരവും സമന്വയിപ്പിച്ച് ലോകോത്തര മെഡിക്കൽ ഉപകരണങ്ങളും ഔഷധങ്ങളും വികസിപ്പിക്കാനും ധാരണയായി. ഇന്ത്യയുടെ വികസന യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരേടാണ് ജപ്പാനുമായിട്ടുള്ള ബന്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിച്ചു. ഇന്ത്യ ജപ്പാൻ ബന്ധത്തിന്റെ പ്രധാന തൂണായി സാങ്കേതികവിദ്യ മാറിയിട്ടുണ്ടെന്നും മോദി വ്യക്തമാക്കി. കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി ഓട്ടോമോട്ടീവ് മുതൽ ഇലക്ട്രോണിക്സ് വരെയുള്ള മേഖലകളിൽ ഇന്ത്യയുടെ വളർച്ചയിൽ ജപ്പാൻ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിലൂടെ സൗഹൃദത്തിന്റെയും വിശ്വാസത്തിന്റെയും വിലമതിക്കാനാവാത്ത ഒരു ബന്ധം കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിച്ചു. ഇന്ന് പ്രധാനമന്ത്രി തകായിച്ചിയുടെ സന്ദർശനത്തോടെ നമ്മുടെ പ്രത്യേക തന്ത്രപ്രധാന ആഗോള പങ്കാളിത്തത്തിൽ പുതിയൊരു അധ്യായത്തിന് തുടക്കം കുറിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന ബന്ധത്തിന്റെ വളർച്ച എടുത്തു കാണിച്ചുകൊണ്ടായിരുന്നു സാങ്കേതിക പങ്കാളിത്തം ഇപ്പോൾ ഇന്ത്യ ജപ്പാൻ ബന്ധത്തിന്റെ സുപ്രധാന ഒരു തൂണായി മാറിയിട്ടുണ്ടെന്ന് മോദി പ്രതികരിച്ചത്. പ്രതിരോധ മേഖലയിലെ തങ്ങളുടെ ആദ്യത്തെ സംയുക്ത വികസന പദ്ധതിയിൽ ഇന്ത്യയും ജപ്പാനും ഒപ്പുവെച്ചതായും അദ്ദേഹം അറിയിച്ചു. ജപ്പാന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായ സനൈ തകായിച്ചിയെ അദ്ദേഹം ഇന്ത്യയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്റെ ജ്യേഷ്ഠ സഹോദരനെന്ന് വിശേഷിപ്പിച്ച ജാപ്പനീസ് പ്രധാനമന്ത്രി സനൈ തകായിച്ചി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യക്തിപരമായ സൗഹൃദവും നയതന്ത്ര ദൃഢതയും വ്യക്തമാക്കി. ആഗോളതലത്തിൽ തന്ത്രപ്രധാനമായ ഇൻഡോ പസഫിക് മേഖലയിൽ സമാധാനവും സമൃദ്ധിയും നിലനിർത്താൻ ജപ്പാൻ എപ്പോഴും ഇന്ത്യയോടൊപ്പം ചേർന്ന് നിൽക്കുമെന്നും അവർ ഉറപ്പു നൽകി. ഇന്ത്യയിലെത്തിയ ജാപ്പനീസ് പ്രധാനമന്ത്രിക്ക് വ്യാഴാഴ്ച രാവിലെ രാഷ്ട്രപതി ഭവനിൽ വെച്ച് ഗംഭീരവും ഊഷ്മളവുമായ ഔദ്യോഗിക സ്വീകരണമാണ് നൽകിയത്. തുടർന്ന് ഇരു രാജ്യങ്ങളിലെയും പ്രമുഖ വ്യവസായികളും വാണിജ്യ പ്രമുഖരും പങ്കെടുത്ത പ്രത്യേക ബിസിനസ് യോഗത്തിലും ജാപ്പനീസ് പ്രധാനമന്ത്രി പങ്കെടുത്തു. ഇന്ത്യയിലെ നിക്ഷേപ സാധ്യതകളെക്കുറിച്ചും ജാപ്പനീസ് കമ്പനികൾക്ക് ഇവിടെ നൽകുന്ന പിന്തുണയെക്കുറിച്ചും ഈ യോഗത്തിൽ ചർച്ചകൾ നടന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മാത്രം 120ലധികം പുതിയ ബിസിനസ് കരാറുകളിലാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചിട്ടുള്ളത്. ഇതിലൂടെ $10 ബില്യൺ നിക്ഷേപം ഇതിനകം തന്നെ ഉറപ്പാക്കി കഴിഞ്ഞു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ 10 ലക്ഷം കോടി രൂപയുടെ പുതിയ നിക്ഷേപ വാഗ്ദാനവുമായി ജപ്പാൻ രംഗത്തെത്തിയിരിക്കുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും നിർണായകമായ ഒരു തന്ത്രപ്രധാന സഖ്യമായി ഇന്ത്യ ജപ്പാൻ ബന്ധം മാറിക്കഴിഞ്ഞു എന്ന് അടിവരയിടുന്നതാണ് ഈ സന്ദർശനവും പുതിയ കരാറുകളും.